ഇതാണ്. ഞങ്ങൾ റെഡിയായി ഇറങ്ങിയപ്പോൾ 6:30 ആയി. നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. ഇതാണ് ബ്രാംപ്ടണിലെ ഗുരുവായൂർ അമ്പലം. നമ്മുടെ ജാക്കറ്റും ഷൂവും എല്ലാം ഊരിയിടാനായിട്ട് താഴെ ഒരു സ്ഥലവും ഉണ്ട്. പിന്നെ ഈ അമ്പലത്തിനകത്ത് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ അമ്പലത്തിൽ വരുന്നെന്ന് അറിഞ്ഞപ്പോഴേ എന്റെ ഒരു ഫ്രണ്ട് ചേച്ചി ഞങ്ങൾ വരുന്നതിന്റെ ലൈവ് വീഡിയോ ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു. പൂജയുടെ സമയമാകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ലൈവ് വീഡിയോ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പൂജയും വഴിപാടുകളും എല്ലാം ഇവിടെയും ചെയ്യാൻ പറ്റും. കാനഡ പോലുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു അമ്പലമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണ്. നാട്ടിലെ അമ്പലങ്ങളൊക്കെ മിസ് ചെയ്യുന്നവർക്ക് ഇതൊരു ആശ്വാസവും. ഷാലിനന്ന് ഞങ്ങളുടെ കൂടെ സ്റ്റേ ആയിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് ചെറിയൊരു ട്രിപ്പ് ഉണ്ടായിരുന്നു. ഹായ്, ഹലോ. നമ്മൾ ഇന്ന് ബാരിയിലോട്ടാണ് പോകുന്നത്. കുറച്ച് വിന്റർ പരിപാടികളൊക്കെ ആയിട്ട് സ്നോയിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ വെച്ച് പോവുകയാണ്. ഞങ്ങൾ ഫാമിലിയും പിന്നെ ഷാലിനും ഉണ്ട്. ഞങ്ങളിത് ഇപ്പോൾ ഹൈവേയിലോട്ട് മേർജ് ചെയ്യാൻ പോവാണ്. ന്യൂഫൗണ്ട്ലാൻഡിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും പേടി തോന്നിയ ഒരു കാര്യമായിരുന്നു ഈ ഡ്രൈവിങ്. ഞാൻ ന്യൂഫൗണ്ട്ലാൻഡിൽ ലൈസൻസ് എനിക്കുണ്ടായിരുന്നു. ഞാനപ്പോൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അവിടുത്തെ കണക്കല്ല, ഇവിടുത്തെ റോഡെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബിസിയാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ടെൻഷനായിരുന്നു ഇവിടെ ഓട്ടിക്കാൻ. ഞങ്ങൾ ന്യൂഫൗണ്ട്ലാൻഡിൽ നിന്ന് വന്നിട്ട് ഇന്നാണ് അങ്ങനെ വണ്ടി രജിസ്ട്രേഷനും ചെയ്തത്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒണ്ടാരിയോടെ നമ്പർ പ്ലേറ്റും കിട്ടി. അങ്ങനെ ഇന്നാണ് ഞങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്തത്. ഇത് വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോകാമെന്ന് വെച്ചതാണ്, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ ആഴ്ച പോകാമെന്ന് വെച്ചു. അപ്പം ഷാലിനൊന്ന് ഫ്രീ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത് സ്കാർഡോ ഏരിയയിലാണ്. അത് ഏകദേശം ഒരു സിറ്റി ടൈപ്പാണ്. ഇത് അതിൽ നിന്ന് നല്ല ഡിഫറെൻ്റ് ആണ്. ബാരി എന്ന് പറയുമ്പോൾ ഇച്ചിരി കൂടി ഉള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയായി. ഇങ്ങോട്ട് കൂടുതലും കുറേ ആളുകൾക്ക് ഇങ്ങനെ ചോളകൃഷിയൊക്കെ ഉണ്ട്. ഇപ്പോഴാണെങ്കിൽ അവിടെ ഫുള്ളും ഇങ്ങനെ ആ ഒരു സ്ഥലം ഫുള്ളും ഇതേണക്ക് മഞ്ഞ് മൂടി കിടക്കുകയാണ്. കാണാനൊക്കെ വളരെ രസമാണ്. ഡ്രൈവ് ഒക്കെ പോകാൻ നല്ല സ്ഥലമാണ്. അങ്ങനെ വലിയ തിരക്കുകളൊന്നുമില്ല. അങ്ങനെ ദേ ഞങ്ങൾ വിഷ്ണു ചേട്ടൻ്റെയും കാർത്തിക ചേച്ചിൻ്റെയും വീട്ടിലെത്തി. എൻ്റെ ഹസ്ബൻഡും വിഷ്ണു ചേട്ടനും കാർത്തിക ചേച്ചിയും കോയമ്പത്തൂരിൽ കോളേജിൽ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അന്ന് തൊട്ടുള്ളൊരു കമ്പനിയാണ് അവരുടേത്. ഞങ്ങൾ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ചെയ്യാനുള്ള ഒരു കാരണമേ ഏട്ടനിവിടെ ജോബ് കിട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ റിസൈൻ വെച്ചു ഇങ്ങോട്ട് പോകുന്നു. വിഷ്ണു ചേട്ടൻ കാര്യമായിട്ടുള്ളൊരു കുക്കിങ്ങിലാണ്. ആള് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. കൈയാളി